നിന്റെ ക്ലബിലെ വെറും 4 പേര് മത്സരിച്ചതിനാണ് നിനക്ക് ഓൾ കേരള ലെവലിൽ 1ാം സമ്മാനം ലഭിച്ചത്. മത്സരിച്ചത് 4 പേരാണെങ്കിലും സമ്മാനം കിട്ടിയത് ഓൾ കേരള ലെവലല്ലേ. എന്തെങ്കിലും ഒരു നാഷണൽ അവാർഡ് വിന്നർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ഇവരുടെ ഇപ്പൊ കേബിൾ ടിവിക്കാരെ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വരും. അപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് ഡീസന്റ് ആയിട്ട് ഇരിക്കണം. നിനക്കൊരു ഡൂക്കളി അവാർഡ് കിട്ടിയപ്പോ എനിക്കിപ്പോ ഡീസൻസ് ഇല്ല. ഇക്കടക്കിനെ പോലെ നാഷണൽ അവാർഡ് കിട്ടിയാൽ നീ എന്നെ ഡൈവോഴ്സ് ചെയ്യലോ? എന്റെ ഈശ്വര, ലോകത്ത് ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരെണ്ണത്തിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കൂടാതെ നിനക്ക് ലോകത്ത് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടല്ലേ? അയ്യോ ദൈവമേ, ഇങ്ങനെ ഒരു മനുഷ്യൻ. അത് പോട്ടെ, നിന്നെ ആരെ ഇന്റർവ്യൂ വരുന്നത്? പണിക്കരേട്ടാ, സിറ്റി കേബിളിന്നാ. ഈ സിറ്റി കേബിൾ നടത്തുന്ന ആരാന്നറിയാമോ? ഞങ്ങളുടെ ക്ലബിലെ മിസ്സസ് ജോണിന്റെ ഹസ്ബൻഡ് മിസ്റ്റർ ജോണാ. മിസ്റ്റർ ജോണിനെ എപ്പോഴും കാണുമ്പോ ചോദിക്കും, മിസ്സസ് പണിക്കരുടെ ഒരു ഇന്റർവ്യൂ എന്താ തരാതെ, മിസ്സസ് പണിക്കരുടെ ഒരു ഇന്റർവ്യൂ എന്താ തരാതെ. എന്റെ ടീച്ചറെ ഇപ്പോഴും ഒരു ചാൻസ് കിട്ടിയത്. അതും ചോളിങ്ങനെ അതെ പണിക്കരേട്ടാ, അവര് വന്നു തോന്നുന്നു. നീറ്റായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. യെസ് കം ഇൻ. നമസ്കാരം. മനസ്സിലായി കാണുമല്ലോ, ഞാൻ സിറ്റി കേബിളിൽ നിന്ന് വരികയാണ്. അപ്പൊ മേഡം ഞാനൊന്ന് ചോദിച്ചു തുടങ്ങിക്കോട്ടെ. അപ്പോഴേ മേഡത്തിനാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും നല്ല കുക്കിങ്ങിനുള്ള മറിയാമ്മ അവാർഡ് കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? കുക്കിങ്ങിനെ കുറിച്ചാണോ? അതെ. കുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ ചെറുപ്പം തൊട്ട് വളരെ നല്ല കുക്കായിരുന്നു. ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാൻ എനിക്ക് അറിയാം. കാരണം പരമ്പരാഗതമായിട്ട് എന്റെ അച്ഛൻ, അപ്പൂപ്പൻ, മുത്തച്ഛൻ, മുത്തച്ഛന്റെ അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ മുത്തച്ഛൻ എല്ലാവരും കുക്കായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മൊക്കെ പാചക പണിക്ക് പോയിരുന്നോടി? ചോദിച്ചെന്നെ നാട്ടിക്കലൊന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ചെറുതിലെ തൊട്ട് ഞാൻ ഒരുപാട് കുക്കറി ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്. ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത്? വായിച്ചിട്ടുള്ളത് ഏതൊക്കെയാന്ന് ചോദിച്ചാല് ഷേക്സ്പിയറിന്റെ അതെ അതെ അതെ, അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കണ്ട. ആ പുള്ളിക്കാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, മാക്ബത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പിക്കാസോയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പിന്നെ റഷ്യ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. അല്ലപ്പോ മേഡം, ഈ കുക്കിങ്ങിനോട് താല്പര്യമുള്ള പോലെ തന്നെ സൗന്ദര്യത്തിലും ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സൗന്ദര്യത്തിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ വളരെയധികം സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികൾ പോലും വേണ്ടാന്ന് വെച്ചത്. അല്ലെ പഠിക്കണ്ട. പിക്കാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മണ്ണ് മാന്താൻ ഏറ്റവും നല്ല ഉപകരണമാണ് പിക്കാസ്. പിക്കാസോ അല്ല, പിക്കാസോ. പിക്കാസോ. പിക്കാസോയുടെ ബാലസാഹിത്യമായ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാണത്. പിന്നെന്താ ചോദിക്കാൻ? മേഡം പഠിച്ചതും വളർന്നതൊക്കെ എവിടെയായിരുന്നു ശരിക്കും? ശരിക്കും ഞാൻ MA വരെ പഠിച്ചത് പോർബന്ദർ സ്കൂളിലാണ്. സ്കൂളിലാണോ MA ഒക്കെ പഠിച്ചത്? MA വരെ ഞാൻ അവിടെ പഠിച്ചത്. ആണല്ലേ? അപ്പൊ ഈ MAക്ക് കുട്ടി എന്താണ് എടുത്തത്? സോറി മേഡം എന്താണ് എടുത്തത്? നിങ്ങൾ എന്താ ഒരുമാതിരി ആളെ കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നത്? ഞാൻ MA മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഇത്രയും വയസ്സ് വരെ ഞാൻ ഒരു സാധനം ആരുടെ എടുത്തിട്ടില്ല. അയ്യോ മേഡം, ഞാനാണല്ലോ ഉദ്ദേശിച്ചത്. അങ്ങനെ സംസാരിക്കുന്നത് മനുഷ്യനെ കളിയാക്കുന്നതിന് പരിചയമുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യ സാധനം കണ്ടിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരുമാതിരി ഇൻസൾട്ടിങ് ആണ് കേട്ടോ. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. TV ആണെന്ന് പറഞ്ഞ് എന്തും പറയാം. എന്റെ തമിഴും അവൻ ചോദിച്ചത് എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ? MA പഠിക്കുമ്പോ നീ ഏത് സബ്ജക്റ്റാണ് എടുത്തതെന്നാണ് ചോദിച്ചത്. അയ്യോ, അങ്ങനെയാണോ ചോദിച്ചത്? എന്റെ പണിക്കരേട്ടാ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ റോബോട്ടിന്റെ കുട പൊട്ടിച്ചായിരുന്നു. ഞാൻ വിചാരിച്ച അയാൾ അത് മനസ്സിൽ വെച്ചോണ്ടാ ചോദിച്ചത്. നാണക്കേടായി. ഇതാണ് പറയുന്നത്, ക്ലാസ്സിൽ കയറേണ്ട സമയത്ത് ക്ലാസ്സിൽ കയറാൻ